അസമിൽ പുതുചരിത്രം. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ചൈനീസ് അതിർത്തിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിലെ ഹൈവേ റൺവേയിൽ പ്രധാനമന്ത്രി മോദിയുടെ വിമാനം ചരിത്രപരമായ ലാൻഡിംഗ് നടത്തി. ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് അസം പുതുചരിത്രം രചിക്കുന്നത്. അസമിലെ ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിലെ ഹൈവേ റൺവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലിസ് വിമാനത്തിൽ ഹൈവേയിൽ പറന്നിറങ്ങിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ചടങ്ങിലെത്തിയത്. ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ദേശീയപാതയിൽ ലാൻഡ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതിന് പിറകെ വ്യോമസേനയുടെ എയർ ഷോ നടന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഹീറോ, റഫാൽ കൂടാതെ സുഖോയ് യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകളും റൺവേയിൽ പറന്നുയർന്ന് 40 മിനിറ്റ് നീണ്ടുനിന്ന വ്യോമ പ്രകടനം നടത്തി. The wheels touched down and rolled down the highway, proving that no place is out of reach of Indian Air Force and Naya Bharat. The reinforcements and support can reach anywhere in the shortest possible time. And touchdown. Shoots out, aircraft landed, mission accomplished. And now coming in from the right in the wing formation are the Rafales of number 101 Squadron. Ladies and gentlemen, be on the lookout and see how swiftly the Garud commandos tread onto the objective area. This indigenous marvel stands as a testament to India's vision of Atmanirbhar Bharat. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദിബ്രുഗഡ് ഹൈവേ റൺവേയുടെ പ്രാധാന്യവും പ്രവർത്തനവും വിശദീകരിച്ച് നൽകി. അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. വടക്കുകിഴക്കൻ മേഖലയിൽ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് ദേശീയപാത 127-ൽ 4.2 കിലോമീറ്റർ ദൂരമുള്ള ഹൈവേ റൺവേ സൈനിക നീക്കത്തിനും നടപടികൾക്കും ഏറെ നിർണായകമാണ്. യുദ്ധസമയത്തോ പ്രകൃതിക്ഷോഭം ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിലും യുദ്ധവിമാനങ്ങൾക്കും ചരക്ക് വിമാനങ്ങൾക്കും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനും പറന്നുയരാനും സാധിക്കും. ജനം, ഡൽഹി.